ഉദ്വേഗമില്ല, സസ്പെൻസ് ഇല്ല, ബോംബും തോക്കും അന്വേഷണവുമില്ല. ഒരു സാധാരണ കഥയെ മനോഹരമായ ഒരു ചലച്ചിത്ര കാവ്യമാക്കിയെടുക്കുന്ന രാസപരിണാമമാണ് വാട്ട്സ് ഈറ്റിംഗ് ഗിൽബർട്ട് ഗ്രേപ്പ്. മനുഷ്യബന്ധങ്ങളുടെ മനോഹര കഥകളുടെ ഫ്രെയിമുകളാണ് ചിത്രം നിറയെ. ലാസ് ഹാൾസ്ട്രോം സംവിധാനം ചെയ്ത് ജോണി ഡെപ്പ്, ജൂലിയറ്റ് ലൂയിസ്, ലിയനാർഡോ ഡി കാപ്രിയോ, ഡാർലിൻ കേറ്റ്സ് എന്നിവർ അഭിനയിച്ച 1993 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ചലച്ചിത്രമാണിത്. 1991 ഇറങ്ങിയ പീറ്റർ ഹെഡ്ജസിന്റെ വാട്ട്സ് ഈറ്റിംഗ് ഗിൽബർട്ട് ഗ്രേപ്പ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് സിനിമ നിർമ്മിച്ചത്. ഈ മനോഹര ചിത്രത്തിൽ ഇന്നത്തെ മുൻനിര താരങ്ങളായ ജോണി ഡെപ്പും ഡി കാപ്രിയോയുമുണ്ട്. ഓട്ടിസം ബാധിച്ച 18-കാരനെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കി ഡി കാപ്രിയോ ആ വർഷത്തെ മികച്ച സഹനടനുള്ള ഓസ്കാർ നോമിനേഷനും കരസ്ഥമാക്കി, വെറും 19-ാം വയസ്സിൽ തന്നെ. ഭർത്താവ് ആത്മഹത്യ ചെയ്തതിനു ശേഷം അമിതാഹാരത്തിൽ അഭയം തേടി പൊണ്ണത്തടി കൂടി വരുന്ന ശരീരവുമായി ജീവിക്കുന്ന അമ്മ. അച്ഛൻ മരിച്ച ശേഷം രോഗിയായ അമ്മയുടെയും അനിയൻ ആർണിയുടെയും സഹോദരിമാരായ എമിയുടെയും എലന്റെയും സംരക്ഷണ ചുമതല ചെറുപ്പത്തിൽ തന്നെ തോളിലേറ്റേണ്ടി വന്ന ജോണി ഡെപ്പിന്റെ നായകവേഷം ഗിൽബർട്ട് ഗ്രേപ്പ്. ഇവരുടെ എല്ലാം ജീവിതം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നർമ്മവും സങ്കടങ്ങളും സ്നേഹത്തിന്റെ കരുതലും എല്ലാം ഇടചേർന്നൊരു സുന്ദര ചലച്ചിത്ര കാവ്യമാണ് വാട്ട്സ് ഈറ്റിംഗ് ഗിൽബർട്ട് ഗ്രേപ്പ്. മനം നിറക്കുന്ന ഡി കാപ്രിയോയുടെ നിഷ്കളങ്കമായ ചിരി കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഈ സിനിമ വീണ്ടും വീണ്ടും കണ്ടിരിക്കും. തീർച്ചയാണ്.